ഹലോ. അപ്പോൾ വീഡിയോസൊന്നും കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായി പാർലറിൽ പോവാത്ത. ഇപ്പോൾ നോമ്പെല്ലാം തുടങ്ങിയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവാണ്, കസ്റ്റമർ കുറവാണ്. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് പാർലറിൽ പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭാഗ്യേച്ചി ഇന്നലെ വിളിക്കുന്നുണ്ട്, ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. കസ്റ്റമറൊന്നുമില്ല കേട്ടോ, കസ്റ്റമർ കുറവാണ്. മൊത്തത്തിൽ കസ്റ്റമർ കുറവാണ്. കാരണം നോമ്പ് തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ നോമ്പൊക്കെ പകുതി ആകുമ്പോഴേ ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ. പിന്നെ ഉച്ചവരെ എവിടെ ഇരുന്നു, ഒരു 1:30 ആയപ്പോൾ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ രണ്ടാളും. ഇപ്പോൾ MRയിൽ പോയിട്ട് നല്ല സദ്യ കഴിക്കാമെന്ന് വെച്ചിറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഭാഗ്യേച്ചിയും കൂടെ സദ്യ കഴിക്കാൻ വിചാരിച്ച് MRയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, കാരണം നോമ്പായതുകൊണ്ട് 12 മണിക്ക് ശേഷം തുറന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വേഗം ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവർ പറഞ്ഞു സദ്യയില്ല, ഇനി ഒരു മാസത്തേക്ക് ചോറും കറികളൊന്നുമില്ല, ബാക്കിയുള്ള ബിരിയാണി, മന്തി അങ്ങനെയുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനസ്സോടെ ബിരിയാണി കഴിക്കാൻ ഇരുന്നതാണ്. കാരണം ആ ഒരു ടൈമിൽ ആ ഉച്ചക്ക് നല്ലൊരു ഊണ് കഴിക്കാമെന്ന് വെച്ചിറങ്ങിയതുകൊണ്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലഗോൺ ബിരിയാണി ആയതുകൊണ്ട് സത്യം പറയാലോ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. MRയിൽ നല്ല ഫുഡാണ്, പക്ഷേ ലഗോൺ ബിരിയാണി പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഒരു ലൈം ടീ കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പാർലറിലേക്ക് തന്നെ തിരിച്ചു. പിന്നെ നമ്മളെ ഭാഗ്യേച്ചിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴേക്കും അച്ചൂട്ടനൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അനു ഉണ്ടായിരുന്നില്ല കേട്ടോ. അനു വൈകുന്നേരം ട്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അവന് ക്ലാസ് ഉണ്ട് കേട്ടോ, എക്സാമാണ്. അപ്പോൾ 1 മണിക്കൂർ എക്സാമാണ്. അപ്പോൾ 4:45 തൊട്ട് 5:45 വരെ. അപ്പോൾ വീട്ടിൽ വന്ന് അപ്പോൾ വ്ളോഗ് 3 മിനിറ്റ് വ്ളോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കേട്ടോ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നന്നായി ഓടിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വ്യൂസെല്ലാം നന്നായി കുറഞ്ഞത്. അപ്പോൾ ഇനി ഇങ്ങനെ ഉഴപ്പിയാൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ട് ചെറിയൊരു വ്ളോഗെങ്കിലും ഡെയിലി ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ചാനൽ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും അത്രയ്ക്ക് വലിയ ലെവലായോ. നമ്മളെ ചാനൽ മോണിറ്റൈസേഷനായി അത്യാവശ്യം ഏണിങ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ചാനലാണ്. അപ്പോൾ ഇത്രയും ആക്കിയ സ്ഥിതിക്ക് നമുക്കത് കൈവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഡെയിലി വ്ളോഗ് ഇടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.